പോയാലേ നമുക്ക് പറയാൻ കഴിയും. ഒരു വ്യക്തിയെ കൊന്നതിനു പകരം 16 പേർക്ക് വധശിക്ഷ. എന്നാൽ ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിൽ 100 കണക്കിന് പാകിസ്ഥാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു യുദ്ധം ചൈനയോടും 5 യുദ്ധങ്ങൾ പാകിസ്ഥാനോടും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ 88 മണിക്കൂർ ഓപ്പറേഷൻ സിന്ദൂർ വരെ നമ്മൾ 5 യുദ്ധം പാകിസ്ഥാനോട് നടത്തിയിട്ടുണ്ട്. ആ യുദ്ധഭൂമിയിൽ ഇന്ത്യൻ പട്ടാളക്കാരൻ ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരനെ കൊന്നാൽ, 100 പാകിസ്ഥാൻ പട്ടാളക്കാരനെ കൊന്നാൽ എന്തുകൊണ്ട് നമ്മൾ ആദരിക്കുന്നു? കൊലപാതകം പാപമല്ല, മറിച്ച് അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നത് പ്രസക്തമാണ്. യുദ്ധത്തിൽ പട്ടാളക്കാരന്റെ മുന്നിൽ ഒരൊറ്റ വഴിയുള്ളൂ, യുദ്ധം ഒഴിവാക്കുവാൻ പട്ടാളക്കാരന് കഴിയില്ല. അത് രാജാവാണ്, അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ആളുകളാണ് ഒഴിവാക്കേണ്ടത്. ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെയാണ് അതിൽ ഇടപെടേണ്ടത്, രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയും ഒക്കെ. യുദ്ധഭൂമിയിൽ കരസേനക്കും വ്യോമസേനക്കും നാവികസേനക്കും ഒരൊറ്റ റോളേ ഉള്ളൂ: കൊല്ലുക, ചാവുക. പരമാവധി പൊരുതുക, പൊരുതി മരിക്കുക, അതിനു മുമ്പ് പരമാവധി ആളുകളെ കൊന്നിടുക. ലോകത്തിൽ എല്ലാ കാലത്തും യുദ്ധത്തിന്റെ നീതി ഇതാണ്. 14 ലക്ഷം ഇന്ത്യൻ സൈനികന്മാരുടെ കൈക്കരുത്തിലും മനക്കരുത്തിലും നമ്മുടെ ആയുധത്തിന്റെ കരുത്തിലുമാണ് 143 കോടി ജനങ്ങൾ ഇന്നലെ രാത്രിയും ഇന്ന് രാത്രിയും ഒക്കെ സ്വൈരമായിട്ട് ഉറങ്ങിയതും ഇനി ഉറങ്ങാൻ പോകുന്നതും. അങ്ങനെയെങ്കിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 18 അക്ഷോണിപ്പട മുഖാമുഖം വന്നു. 11 കൗരവപക്ഷത്ത്, 7 പാണ്ഡവപക്ഷത്ത്. ഒരക്ഷോണിയിൽ ഇത്ര തേര്, ഇത്ര ആള്, ഇത്ര കുതിര കണക്കുണ്ട്. 42 ലക്ഷം ആളുകളാണ് പങ്കെടുക്കുന്നത്. 64 യോജന നീളവും വീതിയും. നിങ്ങളുടെ തിരുവനന്തപുരം പോലെയുള്ള 2-3 ജില്ലകളുടെ വലിപ്പമുണ്ട്. ഇന്നും അവിടെ കാണാം. ഹരിയാനയിലാണ് കുരുക്ഷേത്രം. ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിന് വന്നപ്പോൾ പാണ്ഡവ പക്ഷത്തിന്റെ വിജയപ്രതീക്ഷ 2 പേരിലാണ്. 1 അർജുനൻ, 2 ഭീമൻ. കൗരവപക്ഷത്തിന്റെ വിജയപ്രതീക്ഷ 3 പേരിലാണ്: ഭീഷ്മർ, ദ്രോണർ, കർണൻ. അങ്ങനെ യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് ശംഖ് മുഴക്കിയത് ആദ്യം ഭീഷ്മാചാര്യരാണ്. അത് കേട്ടുടൻ പാഞ്ചജന്യം ഋഷികേശം ദേവദത്തം ധനഞ്ജയ. ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖ് മുഴക്കി, ദേവദത്തം എന്ന ശംഖാരി മുഴക്കി, അർജുനൻ മുഴക്കി. നീ ഒരു യുദ്ധത്തിന് തയ്യാറാണെങ്കിൽ ഞാൻ 2 യുദ്ധത്തിന് തയ്യാറാണെന്ന് പിതാമഹനോട് പ്രഖ്യാപിച്ചതിന് ശേഷം തേരാളിയായ ഭഗവാനോട് പറയുകയാണ്: ഭഗവാനെ, ദുഷ്ടബുദ്ധിയായ ദുര്യോധന്റെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വന്നവന്മാർ എനിക്കൊന്നു കാണണം. സേനയോരുഭയോർ മധ്യേ, ഇരു സൈന്യത്തിന്റെയും മധ്യത്തിൽ രഥം സ്ഥാപിക്കുക അച്യുത. നമ്മുടെ ഗുരുവായൂരപ്പൻ എപ്പോഴൊരു കള്ളച്ചിരി ഉണ്ടാവും. ഇവന്റെ ഒക്കെ റേഞ്ച് ഒന്ന് കാണണമല്ലോ. ഭഗവാന്റെ ഉള്ളിൽ ഒരു മോഹം ഉണ്ടായി. 64 യോജന നീളവും വീതിയുമുള്ള കുരുക്ഷേത്രത്തിൽ എവിടെ വേണമെങ്കിലും അർജുനന്, ക്ഷമിക്കണം, ഭഗവാനെ തേര് നിർത്താം. പക്ഷെ ആരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയാലോ അർജുനന്റെ മനസ്സ് നിളകുക. അവരുടെ മുന്നിൽ തന്നെ കൊണ്ടുപോയി നിർത്തി. ഭീഷ്മരുടെ, ദ്രോണരുടെ മുന്നിൽ. എന്നിട്ട് പറഞ്ഞു: നിന്റെ കുടുംബക്കാരെ കണ്ട മോനെ ചോദിച്ചു. ദുഷ്പ്രേമം സ്വജനം കൃഷ്ണ. അർജുനന്റെ മനസ്സിളകാൻ തുടങ്ങി. ദുഷ്പ്രേമം സ്വജനം കൃഷ്ണ, എന്റെ കൃഷ്ണ, ഞാനീ കാണുന്നതൊക്കെ എന്റെ ബന്ധുജനങ്ങളെയാണല്ലോ. പിന്നീട് അർജുനൻ പറയുന്ന ന്യായവാദങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. 1-ാമത്തെ അധ്യായം എല്ലാവരും വായിക്കുക. അർജുന വിഷാദ യോഗം. ഞാൻ ഈ ജോലി ചെയ്യില്ല, ഞാൻ പരീക്ഷയിൽ തോറ്റുപോകുവാനുള്ള കാരണം ഇതാണ്, എന്റെ ജീവിതത്തിൽ പരാജയത്തിന്റെ കാരണം ഇതാണ് എന്ന് പറയുവാനുള്ള ന്യായവാദങ്ങൾ ഓരോരുത്തരും നിരത്താറുണ്ടല്ലോ. ഇതുപോലെ ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറയുവാനുള്ള ഓരോ കാരണങ്ങളെ കൃത്യമായിട്ട് അർജുനൻ നിരത്തിയപ്പോൾ അർജുനൻ ഭഗവാനോട് സാംഖ്യയോഗം 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ മുന്നിൽ സറണ്ടറായി. നിങ്ങൾക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ നല്ലൊരു ശിഷ്യനാവണം. നല്ലൊരു ശിഷ്യന്റെ മനസ്സിലേക്ക് നമ്മൾ ഉയർന്നാൽ ഗുരു നമ്മളെ തേടി വരുന്നതാണ്. അതാണ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമായ സാംഖ്യയോഗത്തിലെ 7-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: കർപ്പണ്യ ദോഷോപഹത സ്വഭാവ പൃച്ഛാമിത്വാം ധർമ്മ സമൂഢഛേദ യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാതിമാത്വാ പ്രപന്നം. ഭഗവാനെ, കാർപ്പണ്യം, അജ്ഞതയാകുന്ന ദോഷം എന്നെ ബാധിച്ചിരിക്കുന്നു. എനിക്ക് ധർമ്മമേത് അധർമ്മമേതും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ശരിയേത് തെറ്റേത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏത് വിഷയം എടുക്കണമെന്ന് എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. +2 കഴിഞ്ഞിട്ട് സയൻസ് വേണമോ, ഹ്യൂമാനിറ്റീസ് വേണമോ, ഹിസ്റ്ററി വേണമോ, മലയാളം വേണമോ എന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഈ ആശയക്കുഴപ്പം ദൈനംദിന ജീവിതത്തിൽ പല വിഷയത്തിലും നമ്മളാണ്. അതൊക്കെ ഒരു തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാവും. നീലസാരി വേണമോ, വെള്ളസാരി വേണം, എല്ലാം നിസ്സാരമായ കാര്യത്തിൽ പോലും ഓരോ ദിവസവും ഓരോ മനുഷ്യനും ആശയക്കുഴപ്പത്തിൽപ്പെട്ട് ഇങ്ങനെ ഉഴലുകയാണ്. അപ്പോഴാണ് ഈ ആശയക്കുഴപ്പത്തിന് പരിഹാരം ആര് നൽകും?
ഉത്തമനായ ഗുരു നമുക്ക് യഥാർത്ഥ വഴി കാണിച്ചു തരും. ഭഗവാന്റെ മുന്നിൽ സറണ്ടർ ആയപ്പോൾ ഭഗവാൻ അർജുനെ ശിഷ്യനായി സ്വീകരിക്കുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് ഗീതോപദേശം കൃത്യമായിട്ട് തുടങ്ങുന്നത്. അതിനു മുമ്പ് അർജുൻ ഒരു തല്ല് കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. തല്ലുക എന്ന് പറഞ്ഞാൽ നാവിന്റെ തല്ലാണ്. ഏറ്റവും ലോകത്തിലെ ഏറ്റവും നല്ല തല്ലേതാ? ചൂരലിന്റെ അടിയല്ല, നാവ് കൊണ്ടുള്ള തല്ലാണ്. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം മനാരജിഷ്ടം സ്വർഗ്യം അകീർത്തികരം അർജുന. എവിടുന്ന് കിട്ടിയാണോ നിനക്ക് ഈ സ്വഭാവം? നീ പണ്ടിങ്ങനെ ആയിരുന്നില്ലല്ലോ. നീ ആരോടൊക്കെ യുദ്ധം ചെയ്തവനാ? നിന്റെ പേരാണ് ലോകം പേടി മാറ്റാൻ വേണ്ടി പറയുന്നത്. ഞങ്ങളൊക്കെ രാത്രി പേടിച്ചു പോയാൽ മുത്തശ്ശി പറയുമായിരുന്നു, അർജുന്റെ 10 പേര് പറഞ്ഞാൽ മതി അല്ലേ? അർജുനൻ, ഫൽഗുനൻ, പാത്രൻ, കിരീടി, ശ്വേതവാഹനൻ, വിജയൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സവ്യസാചി എന്നൊക്കെ പറഞ്ഞ് 10 പര്യായം പറഞ്ഞിട്ട് കിടന്നാൽ പേടി മാറും. ലോകം പേടി മാറ്റാൻ വേണ്ടി ആരുടെ പേരാണോ പറയുന്നത് അയാൾ പേടിച്ചോടാൻ പോവുകയാണ്. പിന്നെ ലോകത്തിന്റെ അവസ്ഥ എന്താ? എന്നിട്ട് ഭഗവാൻ ഒരു തലോടൽ, തല്ലിത്തലോടൽ. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യമജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. അനാര്യം ശ്രേഷ്ഠന് ചേരുന്നതല്ല ഇത്. നിന്റെ സ്വർഗപ്രാപ്തിക്ക് തടസ്സമാണ്. ലോകം മുഴുവൻ വില്ലാളി വീരൻ എന്നറിയപ്പെട്ട നിനക്ക് അകീർത്തി ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു ഉപദേശത്തെ, ദർശനത്തെ നൽകുകയാണ് ഭഗവാൻ. വിവേകാനന്ദ സ്വാമികൾക്ക് ഏറെ പ്രിയപ്പെട്ട ശ്ലോകമാണ് സാഖ്യയോഗത്തിലെ 3-ാമത്തെ ശ്ലോകം. ക്ലൈബ്യം അസ്മഗമ പാർത്ഥ നൈതത്തയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരം തപ. ക്ലൈബ്യം, ആണിനും പെണ്ണിനും ചേരാത്ത മാനസിക ഭാവം. അല്ലാതെ അർജുന്റെ ശരീരം നപുംസകത്വമല്ല, വീരപുരുഷന്റെ ശരീരമാണ്. പക്ഷെ ആണിനും പെണ്ണിനും ചേരാത്ത മാനസിക ഭാവത്തിലേക്ക് നീ വന്നിരിക്കുന്നു അർജുന. ക്ലൈബ്യം അസ്മഗമ പാർത്ഥ. പാർത്ഥൻ പൃഥ്വിയുടെ പുത്രൻ. പൃഥ്വി എന്നാൽ കുന്തിയുടെ പുത്രൻ. ബോധപൂർവ്വമാണ് ഭഗവാൻ ആ വാക്ക് പ്രയോഗിച്ചത്. നിന്റെ അമ്മ എത്ര ധീരയായിരുന്നു. കുന്തിയെ കുറിച്ച് പറയുമ്പോൾ കല്യാണത്തിന് മുമ്പ് കുന്തി ഒന്ന് പ്രസവിച്ചു. ആർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. കുന്തി ഭോജന്റെ മകൾ രാജകുമാരി കല്യാണത്തിന് മുമ്പ് തനിക്ക് കിട്ടിയ വരം ശരിയാകുമോ തെറ്റാകുമോ എന്ന കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ സൂര്യനെ ഒന്ന് പ്രാർത്ഥിച്ചു പോയി. ഈ മന്ത്രം ഉച്ചരിച്ചാൽ കുഞ്ഞിനെ കൊടുക്കാതെ തിരിച്ചു പോകാനും വഴിയില്ല എന്ന് സൂര്യൻ പറഞ്ഞപ്പോൾ അങ്ങനെ കിട്ടിയ കുഞ്ഞിന്റെ പേരാണ് കവചകുണ്ടലധാരി കർണൻ. കല്യാണത്തിന് മുമ്പ് പ്രസവിക്കാൻ പറ്റുമെന്ന് പരീക്ഷ വെക്കാൻ പറ്റുമോ? പറ്റില്ല. കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചാൽ ഈ 2025 നമ്മുടെ സമാജം അംഗീകരിക്കുമോ? ലോകത്തിലെ പല രാജ്യങ്ങളിലും അത് അംഗീകരിക്കുന്നുണ്ട്. ഡേ കെയർ യൂണിറ്റുകളൊക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ രാജാവിന്റെ മകൾ പ്രസവിച്ചാൽ യഥാ രാജ തഥാ പ്രജ എന്നാണ്. രാജാവ് എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും പ്രജകളും. അതുകൊണ്ടാണ് രാജാവിന്റെ ഭാര്യയെ കുറിച്ച് സംശയം ഉന്നയിച്ചപ്പോൾ ഭർത്താവായ രാമനും രാജാവായ രാമനും